നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഏപ്രിൽ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാർക്ക് സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. 10ാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്ത് ശുക്രൻ നിൽക്കുന്നുണ്ട്. ആ ശുക്രൻ ബുധനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബുധശുക്ര യോഗം കർമ്മസ്ഥാനത്ത് വന്നു എന്ന് പറയുന്നൊരവസ്ഥ നല്ലതാണ്. ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഗീതപ്രിയോ രജരക്ത പരിസശ്രീ സദ്വസ്ര ഭൂഷണയുധോ വിഷയോപഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കാരണം കൊണ്ട് പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യ യോഗമാണ്. അപ്പോൾ ഈ യോഗം ഈ മാസത്തിൽ കിട്ടുന്നത് കാരണം കൊണ്ട് കലാപരമായിരിക്കുന്ന മേഖലയിൽ കഴിവുള്ളവർക്ക് പ്രശസ്തി കിട്ടാനായിട്ട് യോഗമുണ്ട്. 4 പേർ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും. നല്ല യാത്ര, എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ വിനോദ സഞ്ചാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. വാഹന ലാഭം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. യാത്ര, മനോഹരമായിരിക്കുന്ന വാഹനത്തിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക. നൂതനമായിരിക്കുന്ന വസ്ത്രലാഭം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. എന്നാൽ 4ാം ഭാവത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം വീട് വിട്ട് നിൽക്കുന്നത് കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കർമ്മസ്ഥാനത്ത് അമൃതവർഷഘണ്ഡകാരകനായിരിക്കുന്ന രാഹുവാണ്. എന്തായാലും കർമാധിപതി വ്യാഴമായത് കാരണം കൊണ്ട് അത് കർമാധിപതിയായിരിക്കുന്ന വ്യാഴം 11ൽ സർവാഭിഷ്ട സ്ഥാനത്ത് നേതൃത്വകാരകനായിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ടും തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ, നേതൃത്വ സ്ഥാനാധിപത്യം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിയെടുക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. ബിസിനസ്സുകാർക്ക് ഏറ്റവും അനുകൂലമാണ്. അധ്യാപനം പോലുള്ള തൊഴിലെടുക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വ ഭാഗ്യാധിപതിയുടെ ശത്രുവായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള ദുരിതങ്ങൾ കാരണം കൊണ്ട് യഥാർത്ഥത്തിൽ കിട്ടേണ്ടതായിരിക്കുന്ന ഭാഗ്യത്തിന് കുറവ് വരാനുള്ള സാധ്യത ശത്രുദോഷം കൊണ്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ലഗ്നാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം നീചസ്ഥിതിയെ രിപുനി പീഡനതോ അന്യദേശയനം എന്ന് പറയുന്ന യോഗമാണ്. അതായത് ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ടും സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അഭിവൃദ്ധി ഇല്ലാത്തതുകൊണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് മാറി അവിടെ നിന്നും പ്രവൃത്തി എടുക്കേണ്ട ഒരു യോഗമാണ്. അപ്പോൾ ബുധശുക്ര യോഗം നല്ലതാണ്. ലഗ്നാധിപതിക്ക് പക്ഷേ നീചാവസ്ഥ വന്നത് കാരണം ലഗ്നാധിപതിക്ക് ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയുള്ളത് കൊണ്ട് വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, കുറച്ച് അലച്ചിൽ, കുറച്ച് യാത്രകൾ അധികമായി വേണ്ടി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇടയ്ക്ക് ഗണപതി ഹോമം ചെയ്യുന്നത് ശത്രുദോഷ പരിഹാരത്തിന് നല്ലതാണ്. എന്തായാലും യാത്രാസുഖം അനുഭവിക്കാനും ഭൗതികമായിരിക്കുന്ന സന്തോഷങ്ങൾ അനുഭവിക്കാനും ഒക്കെ ഈ മാസത്തിൽ നല്ല യോഗം തിരുവാതിര നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. മാനസികമായിട്ട് പൊതുവെ സന്തോഷമൊക്കെ അനുഭവപ്പെടാനായിട്ട് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ളൊരു മാസമായിട്ടും കൂടിയാണ് കാണുന്നത്. അപ്പോൾ നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്. തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് നല്ലതാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലൊക്കെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് യോഗമുണ്ട്. ഈ കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഏപ്രിൽ മാസത്തിൽ അനുഭവിക്കാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാധിക്കുന്നതാണ്. എന്നാൽ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട് വിട്ട് നിൽക്കാനിടവരിക പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ടെൻഷൻ അനുഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.